ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്ക് വിത്ത് കാത്തു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു അര കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. കട്ടകളൊന്നും കെട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതുപോലെ മിക്സാക്കി എടുക്കണം. ഇനി വേറൊരു പാത്രത്തിൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു പാനിൽ 1 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി എടുക്കണം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ അവിടെ പഞ്ചസാര കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അത് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ അര കപ്പ് ചേർത്തുന്നേ ഉള്ളൂ. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ച് മിക്സാക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അതെല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം വേണം കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. അതൊഴിച്ച് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ ഉള്ളതുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് തടവിയ പാത്രമാണ്. അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ഷേപ്പും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് ബൂസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.